ഭീകരതയുമായി ബന്ധപ്പെട്ട ബുക്കുകളോ പോസ്റ്റുകളോ പ്രചരിപ്പിച്ചാൽ ഇനി അഴിയെണ്ണും. കർശന നടപടിയുമായി ആസാം സർക്കാർ രംഗത്ത്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 98, 99 വകുപ്പുകൾ പ്രകാരമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റാഡിക്കൽ ജിഹാദി സാഹിത്യങ്ങളും ഈ ഒരു നിരോധനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നവയാണ്. സംസ്ഥാനത്ത് ജിഹാദി പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാപനം തുടങ്ങുന്നതിനുള്ള പ്രധാന നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നിരോധനം ഏർപ്പെടുത്തുന്നത്. ആസാമിൽ ആകമാനം വ്യാപിച്ചു കിടക്കുന്ന ഭീകരതയുടെ മുഖം മായ്ക്കാനാണ് ആസാം മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജമായത്ത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, അൻസാറുള്ള ബംഗ്ലാ ടീം, അൻസാർ അൽ ഇസ്ലാം അല്ലെങ്കിൽ പ്രോ എക്സ്ക്യൂഎസ് എന്നിവ ഉൾപ്പെടെ തന്നെ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുക്കൾ പ്രസിദ്ധീകരണം നടത്തിയാൽ അല്ലെങ്കിൽ വിതരണമോ വിൽപ്പനയോ സംഭരണമോ അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റുകൾ എന്നിവ അവിടെ നടത്തിയാൽ അത്തരത്തിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മാത്രമല്ല ഇവരെ എല്ലാം തന്നെ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് ജിഹാദി ഉള്ളടക്കം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, അതായത് ആക്ഷേപകരമായ ഉള്ളടക്കം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 67, അതായത് ആക്ഷേപകരമായ ഇലക്ട്രോണിക് മെറ്റീരിയലിന്റെ പ്രക്ഷോഭണം എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്നതാണ്. കൂടാതെ തന്നെ സർക്കാരിന് ഇവ കണ്ടുകെട്ടാൻ അവകാശമുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര സുരക്ഷ സംരക്ഷിക്കുന്നതിനും യുവാക്കൾ തീവ്രവാദ പ്രചരണത്തിന് ഇരയാകുന്നത് തടയുന്നതിനുമായി തന്നെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ജിഹാദി ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പേജുകളും എൻക്രിപ്റ്റ് ചെയ്ത ചാനലുകൾ ഉൾപ്പെടെ തന്നെ ഓൺലൈൻ ഗ്രൂപ്പുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം തന്നെ നിരോധിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അക്രമാസക്തമായ ജിഹാദിനെ മഹത്വപ്പെടുത്തുന്ന അല്ലെങ്കിൽ തീവ്രവാദവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യയശാസ്ത്രങ്ങൾ പ്രബോധം നൽകുന്ന, ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെ പ്രവർത്തനം നടത്തുന്ന, പ്രേരണ എന്നിവ സുഗമമാക്കുന്ന ഉള്ളടക്കം, അതുവഴി പൊതുക്രമത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും സാമുദായിക ഐക്യത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഈ ഉള്ളടക്കങ്ങൾ നിരോധിക്കുകയാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അത്തരം മെറ്റീരിയലുകളുടെ പ്രസിദ്ധീകരണം, പ്രചരണം, പ്രദർശനം, കൈവശം വയ്ക്കൽ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ BNSSന്റെ ഭാരതീയ ന്യായ സംഹിത, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയുടെ പ്രസക്ത വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുമെന്നതാണ് ഈ ഒരു ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജിഹാദി പ്രത്യയശാസ്ത്രത്തെ മഹത്വപ്പെടുത്തുന്ന വസ്തുക്കൾ, പ്രത്യയശാസ്ത്ര പ്രബോധം അത് നൽകുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ പ്രവർത്തന മാർഗനിർദ്ദേശം നൽകുന്ന വസ്തുക്കൾ, തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ അവിടെ നിരോധിത ഉള്ളടക്കത്തിൽ തന്നെ ഉൾപ്പെടുന്നവയാണ്. അതേസമയം ആസാം പോലീസും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും നടത്തിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ, സൈബർ പെട്രോളിംഗ് റിപ്പോർട്ടുകൾ, അതുപോലെ റാഡിക്കൽ ജിഹാദി സാഹിത്യം പ്രസിദ്ധീകരിക്കൽ, രേഖകൾ, ഡിജിറ്റൽ പ്രചരണ സാമഗ്രികൾ എന്നിവയുടെ തുടർച്ചയായ പ്രചരണം, അതെല്ലാം തന്നെ കൈവശം വയ്ക്കൽ, വിതരണം, ഡിജിറ്റൽ സംപ്രേഷണം എന്നിവ സൂചിപ്പിക്കുന്ന സമകാലിക അന്വേഷണങ്ങൾ എന്നിവയെ തുടർന്നുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത്തരത്തിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതും. നിയമലംഘനം നടത്തിയാൽ ആസാം പോലീസ് ആകട്ടെ അവർ മാത്രമായിരിക്കില്ല, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ജില്ലാ സീനിയർ സൂപ്രണ്ടുമാർ, അതേപോലെ തന്നെ മറ്റ് സൈബർ ക്രൈം യൂണിറ്റുകൾ, എല്ലാ നിയമനിർവഹണ ഏജൻസികൾ എന്നിവ തന്നെ പ്രധാനമായും എടുത്തുകൊണ്ട് അവർ നടപടി സ്വീകരിക്കുമെന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതനുസരിച്ചുകൊണ്ട് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിച്ചതിന് പല രീതിയിലും ബന്ധമുള്ള വ്യക്തികളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. മാത്രമല്ല ഇനി ആസാമിൽ ഇത്തരത്തിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ പ്രചരിപ്പിക്കാൻ ഇവർക്ക് ആകില്ല എന്നതും, മാത്രമല്ല യുവാക്കളിലേക്ക് വിഷം കുത്തിനിറച്ച് തീവ്രവാദത്തിന്റെ ആശയങ്ങൾ കുത്തിനിറച്ചുകൊണ്ട് മറ്റ് ഭീകരാക്രമണങ്ങൾ നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററുകളോ അല്ലെങ്കിൽ ബുക്കുകളോ ഇനി ഒരിക്കലും ആസാമിന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ആസാം സർക്കാർ നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.